ഈ കാണുന്ന മുറ്റത്തൊരു ഷീറ്റ് ഇടാനുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ സ്ഥലം ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കുറച്ച് ചെരിഞ്ഞിട്ടുള്ള സ്ഥലമാണ്. മുൻഭാഗത്ത് നമ്മൾ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. സിറ്റൗട്ടിൻ്റെ ഒരു സൈഡ് വരുന്ന ഭാഗത്താണ് നമുക്ക് ഇപ്പോൾ ഷീറ്റ് ഇടാനുള്ളത്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ചെരിവ് കാരണം നമുക്ക് മൂലയായിട്ടാണ് ഇവിടെ ഇടാനുള്ളത്. അത് രണ്ട് സൈഡിലും നമ്മൾ മുമ്പ് ഇട്ടത് 14 അടിയുടെ ഷീറ്റായിരുന്നു. ഇനി വരുന്ന കുറച്ച് ഭാഗം കുറവും ബാക്കി വരുന്നത് 14 അടി ഷീറ്റുമാണ്. അതുപോലെ തന്നെ മുറ്റത്തിൻ്റെ സൈഡ് കെട്ടിയ അളവിലും വ്യത്യാസമുണ്ട്. അപ്പുറത്തെ അളവുമായിട്ടൊരു ഒരടിൻ്റെ ഒക്കെ അടുത്ത് വ്യത്യാസം ഇപ്പുറത്തെ സൈഡുമായിട്ട് വരുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ ഇവിടെ 2 ഇഞ്ച് ഉള്ളിലേക്ക് പൊട്ടിച്ചിട്ടാണ് കഴുക്കോല് വെക്കുന്നത്, ഉള്ളിൽ ഡ്രില്ല് ചെയ്തിട്ട്. സാധാരണ മുമ്പ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഇതേ രീതിയായിരുന്നു. എന്നിട്ട് കമ്പി അടിച്ച് വെൽഡ് ചെയ്യലാണ്. ഇപ്പോൾ ഫുള്ളായിട്ട് പ്ലേറ്റ് തന്നെയാണ് വെക്കാറുള്ളത്, ഫിക്സഡ് ബോൾഡ് അടിച്ചിട്ട്. അപ്പോൾ ഇത് മുമ്പ് ചെയ്ത അതേപോലെ മാച്ചിങ് ആവുന്ന രീതിയിൽ അതുപോലെ തന്നെ പൊട്ടിച്ചിട്ടാണ് ചെയ്യുന്നത്. ബീം നമ്മൾ 3.5 ബീം 2 ഇഞ്ച് GI റൗണ്ടും ആണ് തൂണ് വെച്ചിട്ടുള്ളത്. കഴുക്കോല് വരുന്നത് 2.5 അത് 14 അടിയിൽ നമ്മൾ 6 ഇഞ്ച് ഷീറ്റിൻ്റെ തള്ളും കുറച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വിറ്റിക്കുള്ളിലേക്ക് കയറ്റിയിട്ട് 3/8 സ്ക്വയർ അടിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് വെൽഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു ഏരിയയിൽ നമുക്ക് 7 ഷീറ്റാണ് 14 അടിയുടെ ലെവലായിട്ടുള്ള സ്ഥലത്ത് വരുന്നത്. ബാക്കിയുള്ള സ്ഥലത്തേക്ക് ഈ കാണുന്ന കട്ടിങ്ങിനനുസരിച്ച് നമുക്ക് ആ സ്ഥലത്തേക്ക് ഇത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ 3 തൂണ് കൊടുത്ത് നമ്മൾ ഈ ഒരു ഭാഗം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ ഭാഗത്തോട്ടത് തിരിച്ചെടുക്കാനുണ്ട്. നമ്മൾ ആദ്യം 14 അടി വരുന്ന ഭാഗത്തേക്കുള്ള കഴുക്കോലുകളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ സ്ഥലത്തിനനുസരിച്ച് ചെരിച്ചിട്ട് നമുക്ക് ചെയ്യണം. അത് കുറച്ച് കഷ്ടപ്പാടുണ്ട്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പണിയല്ല. നമ്മൾ ആദ്യം ആ മൂല വരുന്ന ഭാഗം നേരെ അപ്പുറത്തുനിന്നുള്ള വാട്ടർ ലെവൽ വെച്ചിട്ട് തള്ളി വിട്ടിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വരുന്ന പട്ടിക കഴുക്കോലൊക്കെ വരുന്നത് ഈ ലെവലിൽ ഒപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമുക്കത് ഷീറ്റ് തമ്മിൽ മാച്ചാവാൻ സാധ്യതയില്ല. അപ്പോൾ മൂല നമ്മൾ ഇതുപോലെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. മൂലയിലേക്ക് നമ്മുടെ പഴയ ഷീറ്റിൻ്റെ പട്ടികയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പം മുമ്പ് വരുന്ന പഴയ ഷീറ്റ് ഒരെണ്ണം നമ്മൾ അഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്നിൻ്റെ മൂലദേശം കട്ട് ചെയ്യാനുണ്ട്. അതുപോലെ ഒരു കഴുക്കോലിനെ നമ്മൾ ഇതിൻ്റെ മൂല വരുന്ന രീതിയിലേക്ക് കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിത് വായുവിലാണ് ഇത് നിർത്തിയിട്ടുള്ളത്, ഈ കുറച്ച് ഭാഗം. പിന്നീട് തൂണ് വെക്കുന്നതാണ്. തൽക്കാലം അവിടെ മൂല ഒന്ന് നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി വരുന്ന കഴുക്കോലുകളെല്ലാം അതിലേക്ക് തന്നെ കൊടുത്ത് ആ ഒരു ഷേപ്പിലാക്കി എടുക്കുകയാണ് വേണ്ടത്. ഇത് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ പുറത്തുള്ളവർക്കിത് എന്തിനാണ് ഇങ്ങനെ ചിരിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാവില്ല. വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ മനസ്സിലാവുകയും ചെയ്യും. ഇതുപോലെ ചില സ്ഥലത്തൊക്കെ വരാറുണ്ട്. അപ്പോൾ നമുക്കതിനനുസരിച്ച് ഈ വർക്ക് ചെയ്യാൻ വേണ്ടി ടൈം എടുക്കും. നമ്മളിവിടെ ഇത്രയൊരു ഏരിയ വർക്ക് ചെയ്യാൻ 2 ദിവസം നമുക്ക് ചെയ്യേണ്ടി വന്നു. സാധാരണ ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ്. അപ്പോൾ നമ്മളിനി ഈ ബീം വരുന്നതും ഇതുപോലെ തന്നെ ആ സ്ഥലത്തിനനുസരിച്ച് അതിൻ്റെ ലെവൽ നോക്കി തൂക്ക് നോക്കിയിട്ട് ഒരു 3.5 ഇതേ ചെരിവ് അടിച്ചിട്ട് നമ്മൾ മൂലക്കഴുക്കോല് വെച്ചതിൻ്റെ അടിയിലേക്ക് കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഇനി അവിടുന്ന് വീണ്ടും ചെരിച്ച് പഴയ ബീമിലേക്ക് കൊണ്ട് നിർത്താനുണ്ട്. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമ്മൾ ഫ്രെയിം അടിച്ചിട്ടുണ്ട്. അതിൻ്റെ ചെറിയ കഴുക്കോല് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മെത്തേഡിൽ നമ്മുടെ സ്ഥലം എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മളിത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചില സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ മേളിലേക്ക് കയറ്റിയിടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് ആകുമ്പോൾ നമുക്ക് ആ വീടിൻ്റെ മുറ്റം വരുന്ന ആ ഒരു ഷേപ്പിനനുസരിച്ച് തന്നെ നമ്മുടെ റൂഫും കൂടെ വരും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ഷീറ്റ് അഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് വർക്ക് ചെയ്യുന്ന ടൈമിൽ വീണ്ടും ഒരു ഷീറ്റും കൂടെ അഴിച്ച് ഒരു ഷീറ്റ് താഴോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. മറ്റൊരു ഷീറ്റ് സ്ക്രൂ അഴിച്ച് കുറച്ച് താഴോട്ട് തന്നെ വെച്ചിട്ട് അവിടെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഷീറ്റ് ചെരിവ് കട്ട് ചെയ്തിട്ടുണ്ട്.
അതുപോലെ രണ്ടാമത് വരുന്ന ഷീറ്റും കൂടെ ചെരുവ് കട്ട് ചെയ്യാനുണ്ട്. അപ്പം നിലവിലുള്ള പഴയ ഷീറ്റുകൾ അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി വരുന്നതെല്ലാം ഇത് JSWയുടെ കളർ ഓൺ പ്ലസ് ഷീറ്റാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി വരുന്ന ഷീറ്റുകളെല്ലാം ഡ്യൂറാമേറ്റിൻ്റെ 3/7 തിക്നെസ്സുള്ള ഷീറ്റാണ് വരുന്നത്. ഇപ്പോൾ കസ്റ്റമർ മുമ്പ് JSW ഷീറ്റാണ് ഇട്ടുള്ളത്, കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല ഷീറ്റ് തന്നെയാണ്. ഇപ്പോൾ കസ്റ്റമർ മറ്റൊരു ബ്രാൻഡിലേക്കാണ് ഡ്യൂറാമേറ്റിൻ്റെ ഷീറ്റ് ഇട്ടാൽ മതി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ആ ഒരു ഷീറ്റും ഇട്ടിട്ടുണ്ട്. അത് 3/7 തിക്നെസ്സും 20 വർഷം വാറണ്ടിയാണ് പറയുന്നത്. കളർ ഓൺ പ്ലസ് 15 വർഷവും 3/5 തിക്നെസ്സും ആയിരുന്നു പറയുന്നുണ്ടായിരുന്നത്. നല്ല ഷീറ്റ് തന്നെയാണ്, രണ്ടും നല്ല ഷീറ്റ് തന്നെയാണ്. അപ്പം ബാക്കിയുള്ള ഭാഗം നമ്മൾ ഇതുപോലെ ആ ഷീറ്റ് ഇട്ട് പോയിട്ടുണ്ട്. പാത്തി കാര്യങ്ങളൊന്നും ഇവിടെ വരുന്നില്ല. നമുക്ക് ഈ 3 ഷീറ്റ് വെച്ച് നമ്മളൊന്ന് ഭിത്തിയായിട്ട് ലെവൽ ചെയ്തതിന് ശേഷമാണ് ബാക്കി ഷീറ്റ് ഇട്ട് പോകുന്നത്. 14 അടിയുടെ 7 ഷീറ്റും ഇതുപോലെ ഇട്ട് പോകാനുണ്ട്. ഈ സ്ഥലത്തിനനുസരിച്ച് അതിൻ്റെ കട്ടിങ്ങിനനുസരിച്ചാണിത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഷീറ്റ് നമുക്ക് ബീം വരുന്ന അതിൻ്റെ പട്ടിക വരുന്നതിൻ്റെ പുറത്തേക്ക് 6 ഇഞ്ച് മാത്രം കടത്തിയിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ മൊത്തത്തിൽ ഷീറ്റിട്ട് വരുമ്പോൾ നല്ല ലുക്കായി. ആ സ്ഥലത്തിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ അതുപോലെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗിയായി. ഇനി നമ്മൾ ഷീറ്റ് ഇട്ടതിന് ശേഷം ഉള്ള ഒരു വ്യൂ ആണ്. ഈ ഒരു സെറ്റപ്പിലായിട്ടുണ്ട്. ഫുള്ള് നല്ല ലുക്കായി. മൂലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി മൂല കയറ്റി വെക്കണം. 2 കമത്ത് എടുത്തിട്ടുണ്ട്. രണ്ടും അതിലേക്ക് തന്നെ കയറ്റിയിടുകയാണ്. ഒരു 1.5 ആവശ്യമുള്ളൂ. രണ്ടും അതിലേക്ക് തന്നെ കയറ്റിയിട്ടുണ്ട്. നമ്മുടെ വർക്ക് ഫിനിഷായിട്ടുണ്ട്. ഇതിൻ്റെ പഴയ ഷീറ്റിൻ്റെ മുകളിൽ ഫുള്ള് ചപ്പൊക്കെ വീണ് കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. വളരെയധികം ഇതുണ്ടായിരുന്നു. നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇലയൊക്കെ നല്ലോണം കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ ഷീറ്റ് തുരുമ്പി ഇടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ ഷീറ്റ് തള്ളി നിൽക്കുന്നതൊക്കെ ആ ഭിത്തിയുടെ ചെരിവിനനുസരിച്ച് നമ്മൾ ആ ലെവലിൽ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് മുറ്റത്തിനനുസരിച്ച് ആ ഒരു നല്ല ഭംഗി കിട്ടും. വർക്ക് ചെയ്യുന്ന ടൈമിൽ ചെറിയൊരു ടൈം അധികം വരുന്നുള്ളൂ. ഇതാ പഴയ ഷീറ്റിട്ട ഭാഗമാണ്. ഇവിടെ ഫുള്ള് ഇതുപോലെ കച്ചറ കെട്ടി കിടക്കുകയാണ്. നമ്മൾ അത് മൊത്തം ഒന്ന് ക്ലീനാക്കി കൊടുത്തിട്ടുണ്ട് കസ്റ്റമർക്ക്. ഇല്ലെങ്കിൽ അത് ഇതുപോലെ ഇവർക്ക് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. കസ്റ്റമേഴ്സിന് കയറി അത് ക്ലീൻ ചെയ്യാൻ പാടാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള കച്ചറ മൊത്തം നമ്മൾ ക്ലീൻ ചെയ്ത് ഫുള്ള് ഫിനിഷാക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ കച്ചറ കെട്ടിക്കിടക്കുന്ന ചപ്പൊക്കെ കെട്ടിക്കിടക്കുന്ന ഭാഗത്ത് നല്ല രീതിയിൽ ഷീറ്റിൻ്റെ കളറ് പോകാനും അതുപോലെ തുരുമ്പ് പിടിക്കാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് മഴക്കാലമൊക്കെ ആവുന്നതിന് മുമ്പായിട്ടൊന്ന് ഷീറ്റൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷെ ശ്രദ്ധിച്ച് ചെയ്യണം. ഇത് ചെയ്യാത്തവരാണെങ്കിൽ, കയറി പരിചയമില്ലാത്തവരാണെങ്കിൽ അതിൻ്റെ മുകളിൽ പരിചയമുള്ളവരെ കൊണ്ട് മാത്രം കയറിയിട്ട് ക്ലീൻ ചെയ്യുക. ഷീറ്റ് ഒടിഞ്ഞു പോകാനും മറ്റപകടത്തിലേക്ക് വരാനൊക്കെ സാധ്യതയുണ്ട്. പരമാവധി കയറി ചവിട്ടുമ്പോൾ പട്ടികയിലൊക്കെ കയറി ചവിട്ടിയിട്ട് മാത്രം ഇങ്ങനെ ക്ലീനാക്കാൻ നിൽക്കുക. സ്ക്രൂ അടിച്ച ഭാഗം നോക്കിക്കഴിഞ്ഞാൽ പട്ടിക മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇത് അതിൻ്റെ അടിയിൽ നിന്നുള്ള വ്യൂ ആണ്. ഈ ഒരു മെത്തേഡിലാണ് നമ്മുടെ വർക്ക് വന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കഴുക്കോലിൻ്റെ പൊട്ടിച്ച ഭാഗത്തൊക്കെ സിമെൻറ്റ് ഇടാനുണ്ട്. അതുപോലെ അതേ ടൈം കൊണ്ട് തന്നെ തൂണിൻ്റെ അടിഭാഗത്തൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ തൂണിന് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം മുമ്പ് വെച്ചൊക്കെ GP പൈപ്പായിരുന്നു. ഇപ്പോൾ വരുന്ന തൂണൊക്കെ വെച്ചിട്ടുള്ളത് ഫുള്ള് GI പൈപ്പ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് ദൂരെ നിന്നുള്ളൊരു വ്യൂ ആണ്. എത്രത്തോളം മനസ്സിലാവുമെന്നറിയില്ല. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. പുതിയൊരു വീഡിയോ വീണ്ടും കാണാം.